ഈ 76-ാം വയസ്സില് ഭയങ്കര സുന്ദരി. അപ്പൊ പണ്ട് എന്തായിരിക്കും ആണുങ്ങളാവും ശരിക്കും കൊടുക്കില്ല. പിന്നെ ആണുങ്ങൾ ചിലപ്പോ 1-2 പെണ്ണുങ്ങളെയൊക്കെ നോക്കില്ല. അതെന്താ അവർക്കൊരു നിയമം നമുക്കൊരു നിയമം? അത് നമുക്കൊരു വിഷയമല്ല, എനിക്കൊരു വിഷയമല്ല. ഞങ്ങൾക്കൊക്കെ വിഷയാ. നമ്മൾ ഒറ്റ പുരുഷനാണെങ്കിൽ അവർക്ക് ഒറ്റ സ്ത്രീ മതി. പെണ്ണുങ്ങൾ ഒരു ആണില് നിൽക്കുന്നുണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞില്ലല്ലോ മോളെ അനുഭവത്തില്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾക്ക് തന്ത ആ തന്തയുണ്ടാവും. നമ്മൾ ഏതവനെ കല്യാണം കഴിച്ചാലും എങ്ങനെ നടന്നാലും ഫാദർ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പം അത് ആ കുട്ടികൾക്കും അത് വിലയില്ല. അവർ കല്യാണം കഴിച്ചാൽ എൻ്റെ അമ്മ എന്തൊക്കെ ബുദ്ധിമുട്ട് പ്രയാസം വന്നാലും എൻ്റെ അപ്പന് അവർക്ക് അനുഭവം ഉണ്ടാവുമല്ലോ. അതെ, ഈ സിനിമയിൽ പറയുന്നില്ലേ വിശന്നാ പ്രാന്ത് മൂക്കുന്നു. അത് ഇപ്പോഴും മൂക്കും. ശരിക്കും റിയൽ ലൈഫിൽ എങ്ങനെയാണ്? വിശന്നാലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. വിശന്ന് കഴിഞ്ഞാൽ ഞാൻ ഇരുന്നിട്ട് പറ്റത്തേറി എന്നെ വിളിച്ചെറിയും മോളെ. ഇവിടെ ഇപ്പൊ വന്ന് ഷൂട്ടിന് വന്നവർക്ക് വരെ പേടി. എനിക്ക് പേടിയില്ല കേട്ടോ. എനിക്ക് അമ്മമ്മന് ഇഷ്ടമായി. കാരണം എന്റെ വീട്ടിൽ ഒരാളുള്ളതുകൊണ്ട് എനിക്ക് അറിയാം ആ മണ്ണിന്റെ ചൊവ്വയാ. കോട്ടയക്കാർ. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് കണക്ട് വരുന്നത്. ഞങ്ങൾ എല്ലാവരും പറ്റിക്കില്ല. തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഗണപതി ഭയങ്കര കെയർ ചെയ്ത് കൊണ്ടുവരുന്നൊക്കെ എല്ലാവരും ആദ്യം തൊട്ട് മോള് വരെ വളരെ സ്നേഹപരമായിട്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നല്ലേ ഞാൻ നിൽക്കില്ല. ഞാൻ പറയും ഞാൻ എനിക്ക് പേടിയൊന്നും ഇല്ല ആരോടും പറയാൻ. ഷൂട്ടിങ് കിട്ടി ഞാൻ വീട്ടിൽ കൊണ്ടാക്കാൻ പറയും. ഈ സ്തോത്രത്തിന് വിലയില്ല. സന്ദർഭോചിതമായി വരുന്ന സ്തോത്രത്തിന് വിലയുള്ളൂ. അല്ലാതെ ഞാൻ വെറുതെ സ്തോത്രം പറഞ്ഞ സ്തോത്രം അത് തക്കയുക്തത്തിൽ പറയണം. എനിക്ക് ദേഷ്യം വരുമ്പോ സ്തോത്രം, അതും വെറുതെ ഇന്നൊരു സ്തോത്രം അതിനർത്ഥമില്ല. മോളിൽ തന്നെ ഇരിക്കുള്ളൂ. പിന്നെ ഇവർക്ക് ആവശ്യമുണ്ടെങ്കിൽ വരെ കൊണ്ടുപോകും. അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ അത്ര അത്യാവശ്യമുള്ള കാര്യം ഉണ്ടെങ്കിൽ ആസ്വദിക്കണമൊക്കെ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മളില്ലേ. എനിക്ക് അവരെ കൃഷി ഭയങ്കര താല്പര്യമാണ്. എല്ലാം ചെയ്ത് വീട്ടിൽ നമ്മുടെ വീട്ടിൽ താല്പര്യമുള്ള ഒരു കുഴപ്പമില്ല. ഇവര് കസാരയിൽ ഇരിക്കുള്ളൂ. നമ്മള് കുഞ്ഞു നിന്നിട്ട് പണിയെടുക്കണം. അതിന് കുഞ്ഞ് ഒന്നാ കൈക്കോട്ട് എടുക്കാറുണ്ടെങ്കിലല്ലേ കുഞ്ഞ് കൊണ്ട്. അതിന് കുരിയാനും അറിയില്ല, കൈക്കോട്ട് കുടിക്കാനും അറിയില്ല. മാങ്ങ ഇങ്ങനെ പോകും. നമ്മളൊക്കെ ഇങ്ങനെയല്ലേ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഒരു ബൾബിട അറിയില്ല വേനോനെ. കുറച്ചും കൂടെ എന്നെ പറ്റി പറയണ. എന്താ ഇത്ര എല്ലാവർക്കും ഇഷ്ടം? എന്താ എനിക്കറിയില്ല മോളെ. എല്ലാവർക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇപ്പൊ എന്റെ കൂട്ടുകാരികൾ വരും, അവളുടെ കൂട്ടുകാർ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. എനിക്ക് അവരെ ഇഷ്ടമാണ്. നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. അമ്മമ്മ കുറച്ച് OCD ഉള്ള ആളാന്ന് തോന്നുന്നു അല്ലേ? അമ്മമ്മക്ക് ഇഷ്ടമുള്ള ഫുഡ് അമ്മനെ കുക്ക് ചെയ്യണം. ഞാൻ കഴുകണം, ഞാൻ വെക്കണം, എന്നാലും ഞാൻ തിന്നു. ഈ ലോകത്തൊന്നും ഞാൻ കഴിക്കില്ല. അതെന്റെ എന്താ ചെയ്യാ, അതെന്റെ ബ്ലഡിൽ കലർന്നതായ. അമ്മ മോള് പറഞ്ഞ ദേഷ്യം വരും. ഇവർക്ക് എന്ത് മേടിച്ചു കൊടുത്താലും തൃപ്തി വരില്ല. ദോശ മേടിച്ചു കൊടുത്താൽ പറ്റില്ല, വെള്ളയപ്പം പറ്റില്ല, പൊറോട്ട പറ്റില്ല. ഇവർക്ക് അപ്പൊ എന്തിട്ട് ഇടയ്ക്കതായപ്പോ നമുക്ക് പിടിച്ചത് ഇങ്ങനെ ഒരു കുത്തു കുത്താൻ. അപ്പൊ ഞാൻ പൈപ്പിൽ കാണാറുണ്ട് അടിക്ക. ഭയങ്കര രസാന്ന് തോന്നല്ലേ പിടിക്കാൻ? അവന് പിറ്റാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ അവൻ പിറ്റുന്നത് തന്നെ. അയ്യോ, പിന്നെ തൊലി വള്ള ഇതല്ലേ സോഫ്റ്റ് ആയി. മാമ വന്ന് അവന്റെ പിച്ചൊരു പ്രത്യേക പിച്ച. എല്ലാരെയും പിച്ചു കൂട്ടാ. എല്ലാരും പിച്ചു. കൊച്ചുങ്ങളെയൊക്കെ കണ്ടാ പിച്ചിട്ട് കൊച്ചുങ്ങളൊക്കെ ഓടുക ജീവനും കൊണ്ട്. എന്റെ ഇളയ മോൾക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടി കൂടെ വന്നാൽ കൂടെ മിണ്ടില്ല. ചാച്ചൂന്ന് വിളിച്ചാൽ വലിയ ഇഷ്ടാ. ചാച്ചൂന്നാ വിളിക്കുക. ചാച്ചോടേന്നൊക്കെ ചോദിക്കും. ചാച്ചൂന് കിട്ടി കഴിഞ്ഞാൽ ആരും അറിയാൻ ചത്തിങ്ങൾക്ക് അവരെ കുട്ടികള് ഇഷ്ടപ്പെടും. ആണ് എന്റെ സുഖം. എന്നോടും അങ്ങനെ തന്നെയാ. എന്റെ മോള് പറയാം അമ്മ പുഴുത്ത ചാവുള്ളൂ. കാരണം പുളുത്തി മോളെ ഞാൻ അവള് കൊണ്ടുവന്ന വെള്ളമൊന്നും കുടിക്കില്ല. മക്കളുടെ അതൊന്നും കഴിക്കില്ലേ? മോളാണ്, മരുമോളല്ല. ഞാൻ തന്നെ മരുമോളുണ്ടെങ്കിൽ ഞാൻ മോട്ടർ അടിച്ച് വെള്ളം പിടിച്ച് എന്റെ റൂമിൽ കൊണ്ട് വെച്ചേക്കാം. അമ്മാമ നിറച്ച് കുപ്പിയെ കുടിക്കും. നമ്മളതിന് വായ വെച്ച് കുടിച്ചല്ലെങ്കിൽ എടുത്ത് കുടിച്ച് റൂമിയെ കൊണ്ടുപോയി പ്രശ്ന. പീക്ക് ലെവലാണ് ഉമ്മ. ഞാൻ ഇതൊക്കെ ഞാൻ എന്റെ അത് വെള്ളം എടുത്തോണ്ട് അതൊന്നും പറയില്ല. ചതച്ചിട്ട് പോയിട്ട് വെള്ളം എടുത്ത് വന്നിട്ട് ചെയ്തോളൂ.
ഇപ്പോഴും ഇഷ്ടമുള്ള ഫുഡ് ഒറ്റക്ക് ഉണ്ടാക്കി കഴിക്കാം. ഇഷ്ടമുള്ള ഫുഡ് കുക്കറിൽ കുറച്ച് അരിയിട്ട് കഞ്ഞി ഉണ്ടാക്കും. കഞ്ഞി ഉണ്ടാക്കും. അച്ചാറുണ്ടെങ്കിൽ അച്ചാറ് മതി. അതിന് നിർബന്ധം ഒന്നുമില്ല എനിക്ക്. പിന്നെ ഇപ്പൊ പ്രായമില്ലേ, ഗുളികയൊക്കെ കഴിക്കണ കാരണം കൊണ്ട് ഇത്തിരി രാവിലെ അവള് ഉപ്പുമാവ് ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. ഇപ്പൊ ഉപ്പുമാവും ഫ്ലാസ്കിൽ ചായ ഇട്ട് വയ്ക്കും. ചായ ഭയങ്കര ഇഷ്ടം എനിക്ക്. അത് അവള് എന്ത് വെള്ളത്തിൽ ഉണ്ടാക്കിയാലും കുടിക്കും. അതിൽ മാത്രം ചായ മാത്രം കുഴപ്പമില്ല, ബാക്കിയുള്ള ഫുഡ് ഞാനവിടെ വെള്ളമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്, നല്ല വെള്ളങ്ങള്. പക്ഷെ ഇങ്ങോട്ട് ഒന്നുമില്ല, പറ്റിക്കാണ്. അമ്മാമിക്ക് അശ്വാസാണ്, മനസ്സിലായോ? അമ്മാമിക്ക് അത് മാറ്റാൻ പറ്റൂല. ഈ പോകുമ്പോൾ അത് മാറുള്ളൂ, അല്ലാണ്ട് മാറൂല. അത് കേൾക്കുന്നുണ്ടോ ഈ പറയുന്നൊക്കെ? ശരിയാണ്, അവൻ പറഞ്ഞ സത്യം. അതിപ്പോഴല്ല, ഞങ്ങൾ ഓർമ്മ വെച്ച കാലം തൊട്ട് ആളങ്ങനെയാ. അല്ലാണ്ട് പെട്ടെന്നൊരു സ്വഭാവം. ആള് വാഷിംഗ് മെഷീൻ ഉണ്ട്, അലക്കൂല. എല്ലാരും തുണി ഞാൻ അലക്കും. നിങ്ങൾ വിശ്വസിക്കുവോ? ഇല്ല, യാന്നേ പറയുള്ളൂ. ഇല്ല, ഞാൻ വിശ്വസിക്കും. അമ്മമ്മ പറയുന്നതല്ല ഞാൻ വിശ്വസിക്കും. ഞാൻ പറഞ്ഞ വരെ വീട്ടിലെ ബ്ലാങ്കറ്റ് വരെ ആള് കൈ കൊണ്ട് അലക്കുക. ഇരുന്നിട്ട് കിതയ്ക്കും, ചിലപ്പോ 1 മണിക്കൂറൊക്കെ ഇരുന്ന് കിതയ്ക്കും. പക്ഷെ നല്ല വാഷിംഗ് മെഷീൻ സമ്മതിക്കില്ല. അവനെ ഇരുന്ന് മെല്ലെ മുകളിൽ പൈപ്പ് ഉണ്ട്, അതിലിട്ട് വെള്ളം കളഞ്ഞ് ഞാൻ അലക്കും. കാരണം ഊരി പിഴിയുന്ന വൃത്തിയില്ല മോളൊന്നും എന്റെ വിചാരം. തുണി അലക്കുന്നതിലല്ല ഭംഗി, അത് വിരിച്ചിടുക, കുടഞ്ഞ് വിരിച്ചിടുക. അതേപോലെ മടക്കി വെക്കുക. അത് വെക്കുന്നതിലേക്കാണ് അതിന്റെ വൃത്തി. അല്ലാതെ കല്ല ഇട്ടിട്ട് പടയെന്ന് അടിച്ചോണ്ടൊന്നും തുണി നീറ്റാല. കഴുകി ഊരി 2-3 പ്രാവശ്യം പിഴിഞ്ഞ് അത് വിരിച്ചിട്ട് അത് ഉണങ്ങി കഴിഞ്ഞാൽ അത് മടക്കി നീറ്റാക്കി വെക്കേണ്ടടുത്ത് വെച്ചു. അത് ഞാൻ എന്റെ മോളായിട്ട് ഭയങ്കര എതിരാ. ഞാൻ എന്റെ മുറി നീറ്റാക്കി വെക്കുക. ഞാൻ വരുമ്പോ തന്നെ എനിക്ക് ശ്രദ്ധിച്ചായിരുന്നു. അത് മാത്രല്ല, ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഈ ഇടവേളകൾ ആനന്ദകരമാക്കാൻ അമ്മമ്മ എന്താ ചെയ്യാ? ഇതൊക്കെ പോരെ, എന്താ തുണി മടക്കി വെക്കുക, ചവിട്ടി തയ്ക്കുക. ചവിട്ടി ഞാൻ അങ്ങോട്ട് വരാനാ വെക്ക്, പക്ഷെ എന്നെ കളിയാക്കി. മെഷീനടിക്കും, മസ്റ്ററായിട്ട് തയ്ക്കും. എന്റെ ബോഡിയൊക്കെ ഞാൻ ഇതൊക്കെ ആര് തയ്ക്കണേ? ഈ ഡ്രസ്സൊക്കെ ഇളയ മോള് തയ്ക്കും. ആണോ? പക്ഷെ അത് ഭയങ്കര വെറൈറ്റി ആട്ടോ, പഫ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് കുറച്ച് മോഡേൺ ആയിട്ടുള്ള. എനിക്ക് നന്നായി തയ്ക്കണം, അല്ലെങ്കിൽ ഞാൻ ചീത്ത. 2 ഉടുപ്പ് തയ്ച്ചിട്ട് ഇഷ്ടമല്ലാണ്ട് തിരിച്ചുകൊണ്ടിരിക്കുക. മക്കളായാലും പ്രശ്ന. ഞാൻ തയ്ക്കൂത്, ഞാൻ മെഷീൻ അടിക്കും. അതിപ്പോ കൊടുത്തില്ല സമയത്തിനൊന്നും. ഞാൻ തയ്ച്ചോളാം. എന്റെ അകത്തുന്ന ഡ്രസ്സ്, പാവാട, ബോഡിയൊക്കെ ഞാൻ തയ്ക്കുന്നത്. ഇപ്പോഴും കൈ കൊണ്ട്. ചവിട്ടി ഉണ്ടാവും, നിങ്ങൾ കാണണം, ഭയങ്കര അടിപൊളി. അതുപോലെ തന്നെ ഇപ്പൊ ഇവർക്ക് അവന്റെ അമ്മയ്ക്ക് സൂര്യ ഓർക്കാൻ അറിയില്ല, പെണ്ണല്ലേ. അമ്മയുടെ കഴിവൊന്നും കിട്ടിയില്ല. പക്ഷെ ഈ ക്രാഫ്റ്റ് പരിപാടി എത്ര സമയം എടുക്കും ഒരു ചവിട്ടിയാക്കാൻ? അതങ്ങനെ സമയമൊന്നും പറയാൻ പറ്റില്ല, അത് എന്റെ സൗകര്യത്തിന്. സോ എനിക്ക് വരുമ്പോ ചവിട്ടി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, പോകുമ്പോ എനിക്കൊന്ന് തരണേ, തരുമോ? അതാണ് ഈ പുലിവാല്. ചേട്ടൻ എന്നോട് തരുന്നു പറഞ്ഞില്ല, കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞില്ല. ചുമ്മാ പറഞ്ഞേട്ടോ, ഞാൻ കൊണ്ടുപോകും. കണ്ടോ എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോയിക്കൂടെ? കൊറേ ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ട്. ആണോ? ഇപ്പൊ ഇവിടെ എല്ലാവരും എന്താണെന്നറിയോ, ഒരു 4 കൊല്ലം യൂസ് ചെയ്യാത്. ആണോ? നാശാവില്ല. ഇത് എങ്ങനെയാ, എന്തുകൊണ്ടാ ചെയ്യണേ? ഇത് സാരി 3 സാരി വേണം ഒരു ചവിട്ടിക്ക്. ഇതൊരു 3 സാരിയുടെ സാരി ചിലപ്പോ തെയ്യാതെ വരുന്നതാണ്, കണാകുണാന്ന് വെച്ചിട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ ചവിട്ടിയെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പൊ എല്ലാരുടെ വീട്ടിലും ഇത് തന്നെ ആയിരിക്കും അല്ലേ? മക്കളുടെ വീട്ടിലല്ല, ഇതാ മക്കളുടെ വീട്ടില്, എന്റെ ഇവിടെ കൂട്ടുകാരുടെ വീട്ടില്. ആഹാ, ഇനി എന്റെ വീട്ടില് ഞാൻ പറയും ഡോളി അമ്മമ്മയുടെ ചവിട്ടി. അത് പരസ്യമൊക്കെ ബിസിനസ്. പരസ്യമാക്കിയിട്ടുള്ള വിൽക്കാനുള്ള നെയ്യാളതില്ല, നെയ്യാനുള്ള സാരി ഇവരൊരു എന്റർടൈൻമെന്റിന് ചെയ്യണതാ. പഴയ സാരികൾ, പുതിയ സാരികൾ നമ്മളിത് ചെയ്യൂ? ചെയ്യില്ല. പഴയ സാരികള് കണ്ടുപിടിച്ച് അങ്ങനത്തെ മെറ്റീരിയൽ ആവണം, അതൊക്കെ ഡിസൈനൊക്കെ നന്നാവണം. അങ്ങനെയൊക്കെ വരുമ്പോ നല്ല ചവിട്ടിയാവും. പിന്നെ ഇപ്പൊ ഇത് കണാകുണാന്ന് കിട്ടുന്നതുകൊണ്ട് നമുക്ക് വീട്ടിലിടുകയല്ലേ വേണ്ടു. പക്ഷെ അത് നല്ലതാ, നമുക്ക് എത്ര പൈസ ലാഭിച്ചു. പിന്നെ കഴുകി നമ്മൾ 4 വർഷം ഉപയോഗിക്കാം. കറക്റ്റ് ടൈമും കൊണ്ട് കേട്ടോ, 4 years നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ അനുഭവിച്ച കൊണ്ടാണ്. ഇവിടെയും അതാ, വീട്ടിലും ഇവിടെയും അതാ എത്ര കാലായിട്ട് ഇതല്ലേ. അതെ, സോഫ്റ്റും ആണ്. 2 ചവിട്ടി വേണം. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇത് മാറണം. ആൾക്കാർ മാറില്ല, വടിയാവുമ്പോഴേ മാറുള്ളൂ. അപ്പൊ കല്ലയിലിട്ട് അടിച്ച് പറിച്ച് വരുമ്പോ അത് കീറും. ഇത് പിന്നെ നൂലിലാണ്, അല്ലാണ്ട് ഇരുമ്പിലൊന്നും അല്ലല്ലോ കഴിച്ചത്. അപ്പൊ അതിൻ്റെതായ വിധത്തിൽ നോക്കുകയാണെങ്കിൽ 4 വർഷം
ഉപയോഗിക്കാം. ഈ സിനിമയിൽ പറയുന്നില്ലേ വിശന്നാ പ്രാന്ത് മൂക്കുന്നു, അത് ഇപ്പോഴും മൂക്കും. ശരിക്കും റിയൽ ലൈഫിൽ എങ്ങനെയാണ്? വിശന്നാലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. വിശന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് പച്ച തെറി എന്നെ വിളിച്ചെറിയും മോളെ. എന്തടി നീ ഇപ്പൊ നമ്മളെന്താ വെച്ചാൽ കടിയുള്ളവരുണ്ട് നമ്മുടെ മൈൻഡിൽ അങ്ങനെയാ. കടി ഉണ്ടായിട്ട് ഉച്ചക്ക് നമ്മൾ ഉച്ചക്ക് നല്ല തിരക്കുള്ള സമയമാണ്. അതായത് ഒരു 12 മണി തൊട്ട് ഒരു 2:30-3 മണി വരെ ചോറിനും ആ ഒരു തിരക്കാണ്. അപ്പൊ എനിക്ക് ചില സമയങ്ങളിലാണ് വരാൻ പറ്റില്ല. ഞാൻ അവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല കാര്യങ്ങള്. നമ്മള് ഞാൻ 12 മണി ഓടി പോകണം അങ്ങോട്ട്. അപ്പൊ ഇവർക്ക് ചില ദിവസങ്ങളിൽ എത്തിക്കാൻ പറ്റില്ല എന്ന് വരും. നമ്മളവിടെ തിരക്കാവും. ചിലപ്പോ നമ്മൾക്ക് വരെ ചോറുണ്ടാവില്ല, കഴിയും. ഒരു സമയത്ത് കൊണ്ടുവന്നു അങ്ങനെയാണ് നിന്റെ അമ്മയും മക്കളും അങ്ങനെയാണ്, ചോറ് തരാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോ ഒരു 2 ദിവസമൊക്കെ ഒന്നും മിണ്ടില്ല നമ്മുടെ അടുത്ത്. ആ റൂമിൽ തന്നെ ഇങ്ങനെ തണ്ണിമത്തം പോലെ ഇരിക്കുമ്പോ വീർപ്പിച്ചിട്ട് ഞങ്ങളുടെ നമ്പറാണ്. വേറെ എനിക്ക് കഴിക്കാൻ ഇഷ്ടംപോലെ സാധനം ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ അമ്മക്ക് ചിലപ്പോ ഒരു ആ മൂഡില് ഇന്നത് കഴിക്കാൻ തോന്നണം. ബിസ്ക്കറ്റ്, റസ്ക് മേടിച്ചുകൂടെ അതിന്റെ സ്റ്റോക്കാ എന്റെ മുടിയിൽ. അതിനൊന്നും അവള് പ്ലാസ്റ്റിക് കട്ടൻ കാപ്പി ഇട്ട് വയ്ക്കും, പാൽ കാപ്പി ഇട്ട് വയ്ക്കും, അതിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ അത് ചില സമയത്ത് വട്ടാവും. വട്ടുമൂത്ത വിശന്നാ വട്ടുമൂക്കും. ഞങ്ങൾക്ക് സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. എല്ലാരെ കുറിച്ച് അറിയാം. സിനിമ കാണാറില്ല. സിനിമ കാണും. യൂട്യൂബ് ഇങ്ങനെ ഇരുന്ന് കാണും. ഇന്റർവ്യൂ അതിന്നൊന്നുമില്ല. കാട്ടിലെ ആൾക്കാർ ഭക്ഷണം മറ്റേ ആഫ്രിക്കൻസ് ഇങ്ങനെ പച്ചമാംസം കഴിക്കും. എല്ലാം കാണും. കൂടുതൽ ഇഷ്ടം അതാണ്. ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഇവരുടെ തമാശ കൊട്ടാരക്കരക്കാരുടെ ആ റീൽസ് ഒക്കെ കാണും. എന്തായാലും 2 മണി വരെ എല്ലാരെയും ഉപയോഗിക്കും, എന്നിട്ടേ കിടക്കും. പണ്ടൊക്കെ നേരത്തെ പിള്ളേര് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞ പാരന്റ്സ് ആണ്. ഇപ്പൊ ഇരുന്ന് ഫോണിൽ 2 മണി വരെ ഇരുന്ന് കാണും. അയ്യോ, പണ്ട് ഞാൻ തന്നെ ഫോണിൽ ഇവരെ കടമാനം ചീത്ത പറഞ്ഞുണ്ട്. അയക്കാവോ അറിയില്ലല്ലോ ഫോണുണ്ടാകും. ഇത്രയും സുഖമുള്ള എന്റർടൈൻമെന്റ് പരിപാടി ഞങ്ങൾ അറിഞ്ഞില്ല. അവസാനം വൈകുന്നേരം ഫോണിൽ കളിയാണ്, മറ്റാണ് നശിച്ചു പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയാറുണ്ട്. പിന്നെ എനിക്ക് ഈ കുന്തം കിട്ടിയപ്പോഴല്ലേ ഇതിന്റെ ഗുണം മനസ്സിലാകുന്നത്. ഇതാരും പഠിപ്പിച്ച് ഫോണൊക്കെ ഉപയോഗിക്കാൻ? അത് മോള് അവള് അതിനോടൊക്കെ. എന്റെ അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല വാട്സാപ്പിൽ ഒരു വീഡിയോകൾ വിളിക്കാൻ അറിയില്ല, ഒരു ഫോൺ നമ്പർ അറിയില്ല. അമ്മാമ്മക്ക് ഒരു വട്ടം പറഞ്ഞു കൊടുത്താൽ മതി. അത് നല്ല ഓർമ്മയുണ്ട് കേട്ടോ, അതെനിക്ക് മനസ്സിലായി. അതൊക്കെ അവളാ എന്ത് സൗകര്യം വേണമെങ്കിലും. എനിക്ക് ഫോണില്ല എന്ന് പറഞ്ഞ ആൾക്ക് വലിയ ദുഃഖം. അപ്പൊ എങ്ങനെ സംഘടിപ്പിക്കും ഫോൺ എന്റെ കയ്യിലൊക്കെ ഇട്ട് തരിക. പിന്നെ എനിക്ക് തോന്നുമ്പോ എല്ലാരെയും പിള്ളേരെയൊക്കെ വിളിച്ച് ചീത്ത പറയുകയും പിടിക്കുകയൊക്കെ ചെയ്യെങ്കിൽ ഫോൺ വേണം. കുറെ കൂട്ടുകാരെ വിളിക്കും, എല്ലാരെയും വിളിക്കും കേട്ടോ. അപ്പൊ കുറെ കൂട്ടുകാരുണ്ട് എന്റെ പ്രായത്തിലുള്ളവര്, എന്റെ 30-35 വയസ്സുള്ളവര്. പിന്നെ ദുബായിലും ഇപ്പഴല്ല കേട്ടോ, ഈ സിനിമയുടെ മുന്നേ അമ്മക്ക് എല്ലാ കാര്യങ്ങളും എന്ത് പറഞ്ഞാലും വിളിപ്പുറത്ത്. എന്റെ ഫോണില് കാശ് ഇന്ന് വരെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടാ. എല്ലാരും കഴിഞ്ഞ ആളുകളെ കഴിഞ്ഞ ഫോൺ അപ്പിടും കാശ്. എന്താ ഇത്ര എല്ലാവർക്കും ഇഷ്ടം? എന്താ എനിക്കറിയില്ല മോളെ. എല്ലാവർക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. ഇപ്പൊ എന്റെ കൂട്ടുകാരികൾ വരും, അവളുടെ കൂട്ടുകാരി എല്ലാവർക്കും എന്നെ ഇഷ്ടാ. എനിക്ക് അവരെ ഇഷ്ടാ. ഞാൻ എല്ലാ ദിവസവും അവരെയൊക്കെ വിളിക്കും. എനിക്ക് സമയം സമയം കിട്ടുമ്പോ എല്ലാരെയും വിളിക്കും. അന്വേഷണം. അപ്പൊ നമ്മുടെ സംസാര ചാതുര്യം. അപ്പൊ മൊത്തത്തിൽ പറയാ എന്നെ കണ്ട ഒരു ദുഷ്ടത എന്ന് പറയാ. ഇത് ഇപ്പോഴേ ഭയങ്കര സുന്ദരി. ഇപ്പൊ കാണുമ്പോഴേ ഈ 76-ാം വയസ്സിലേക്ക് ഭയങ്കര സുന്ദരി. അപ്പൊ പണ്ട് എന്തായിരിക്കും എത്ര ആണുങ്ങളാവും ശരിക്കും പറയണം കൊടുത്തിട്ടില്ല. അപ്പൊ അപ്പൂപ്പന് ആരാ പിടികൊടുത്ത? എങ്ങനെയാ? അത് കല്യാണം പിടിച്ചു, നമ്മളെ പിടിച്ചു ആലോചിച്ചു വന്നതാ. അപ്പൊ എന്റെ അമ്മയെ അന്ന് കാലത്തൊക്കെ ഈ കുടുംബാസൂത്രണം ഒന്നും ഇല്ലാത്ത കാലത്ത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് അമ്മ പ്രസവിക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്ക്, എനിക്ക് 16 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അമ്മ ഗർഭിണി ആയിരുന്നപ്പോ അമ്മ മരിക്കാൻ പോയി വാതരോഗിയായിരുന്നു. അമ്മയ്ക്ക് നിർബന്ധം ഇവിടെ കെട്ടിച്ചു വിടാണ്ട് ഞാൻ മരിക്കൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആലോചിച്ച് 1-ാം തീയതി കാണാമെന്ന് 27-ാം തീയതി കല്യാണം. അപ്പൊ ഏത് പ്രായത്തിലെ കല്യാണം കഴിച്ചേ? 17 വയസ്സിൽ. കുഞ്ഞിന് കെട്ടി. അപ്പൊ അറേഞ്ച് മാരേജ്, ലവ് മാരേജ്? അന്നൊക്കെ ലവിനൊന്നും യാതൊരു പ്രസക്തിയില്ല. ഇല്ല. കല്യാണത്തിന് ശേഷം പ്രണയിക്കുക അതും ഉണ്ടായില്ല. എനിക്ക് അങ്ങനെ സംഭവം ഉണ്ടായില്ല. അതിനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഞാൻ കല്യാണം കഴിഞ്ഞതിന് എനിക്കൊരു നിർബന്ധമുണ്ട്, ഒരു പുരുഷനിൽ നമ്മൾ ജീവിതം അർപ്പിക്കുന്നതാണ്. അല്ലാണ്ട് കണ്ടവരെ നോക്കി നടന്ന് അവരെ കൂടെ അതൊന്നും ഇഷ്ടമില്ല. അതിപ്പോഴും എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെയുള്ളവരെ ഇഷ്ടമില്ല. ഞാൻ ഒരു ഭർത്താവ് പാടുള്ളൂ.
പിന്നെ ആണുങ്ങൾ ചിലപ്പോ 1-2 പെണ്ണുങ്ങളെയൊക്കെ നോക്കി അതെന്താ അവർക്കൊരു നിയമം നമുക്കൊരു നിയമം അത് നമുക്കൊരു വിഷയമല്ല, നമുക്കൊരു വിഷയം എനിക്കൊരു വിഷയമല്ല. ഞങ്ങൾക്കൊക്കെ വിഷയ നമ്മളൊറ്റ പുരുഷനാണെങ്കിൽ അവർക്ക് ഒറ്റ സ്ത്രീ മതി. അത് നടക്കില്ല മോളെ. നടത്തണം, അതല്ലേ നമ്മുടെ പെമ്പിള്ളേരുടെ വീട്ടിൽ പെണ്ണുങ്ങൾ ഒരു ആണില് നിക്കണ്ട്. അപ്പൊ ഞാനൊക്കെ നിൽക്കണം. അനുഭവം കിട്ടിയോ? കല്യാണം കഴിഞ്ഞില്ലല്ലോ? മോളെ അനുഭവത്തിൽ വാ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. കല്യാണം കഴിച്ചിട്ടൊന്ന് വാ, നമുക്ക് പറയാ. ഇപ്പൊക്കെ പല പഞ്ചാര വാക്ക് പലരും പറയും. ഇപ്പത്തെ കാലത്തെ പെണ്ണുങ്ങളും കണക്കാ, ആണുങ്ങളും കണക്കാ. ശരിയാ, ഒന്നിലും ആരും നിക്കണില്ല. ഇപ്പൊ ഗവൺമെന്റ് തന്നെ പറഞ്ഞാലും ഇഷ്ടമുള്ളവരുടെ കൂടെ പോവാന്ന് നാളത്തിലുണ്ടല്ലോ. ഇതൊക്കെ അറിഞ്ഞു എനിക്ക് വരാം, എന്നോട് ചില പറഞ്ഞു ഇതറിഞ്ഞ അപ്പൊ അത് അംഗീകരിച്ചിട്ടുണ്ട്. ആ അംഗീകാരം തെറ്റാണ്. നമ്മൾ ഒരു പുരുഷന്റെ കൂടെ ഒതുങ്ങി പല വിഷമങ്ങളും പ്രയാസങ്ങളും കുറേയൊക്കെ അനുഭവിച്ചിട്ടില്ല ഞങ്ങളൊക്കെ ജീവിച്ചത്. അന്ന് കാലത്തേക്ക് അപ്പൊ ഞങ്ങളെയൊന്നും വീട്ടിൽ കയറ്റും, പിടങ്ങിയൊന്നും കയറ്റുമോ? ഇല്ല. അന്നൊക്കെ ആ മാതാപിതാക്കൾ സമ്മതിക്കില്ല. അങ്ങനത്തെ ജീവിതത്തിൽ ജീവിച്ച ഞങ്ങക്ക് ഇതൊക്കെ പുച്ഛ വെച്ചാല് ശരിയായ ജീവിതമല്ല ഇപ്പൊ നയിക്കുന്നത് ആരും. ഇപ്പൊ സിനിമയില് കൊറേ ഹസ്ബൻഡ് കൂടെ കൊറേ സ്ട്രഗിൾ ചെയ്ത് വിഷമിച്ച് ലൈഫ് മുന്നോട്ട് പോയ ഒരു കഥ പറയുന്നുണ്ട്. റിയൽ ലൈഫിൽ എങ്ങനെയാ? അതന്നെ സെയിം വളരെ കഷ്ടങ്ങൾ ഭർത്താവിൽ നിന്നും ഞങ്ങളുടെ കുടുംബപരമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ കാല് മാറിയിട്ടില്ല. മരണം വരെ അങ്ങോട്ട് തന്നെ വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്, തല്ലുകൂട്ടൊക്കെ ഉണ്ട്. അതൊക്കെ സ്വാഭാവികമാണല്ലോ. എന്നാലും നമ്മൾ അങ്ങോരെ മറന്നിട്ടുള്ള ഒരു ജീവിതം, അല്ലെങ്കിൽ അങ്ങോരെ വേണ്ടാന്ന് പറയുക. എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾക്ക് ആ തന്ത ഉണ്ടാവുള്ളൂ. നമ്മൾ ഏതവനെ കല്യാണം കഴിച്ചാലും എങ്ങനെ നടന്നാലും ഫാദർ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പം അത് ആ കുട്ടികൾക്കും അത് വിലയില്ല. അവർ കല്യാണം കഴിച്ചാൽ എൻ്റെ അമ്മ എന്തൊക്കെ ബുദ്ധിമുട്ടും പ്രയാസം വന്നാലും എൻ്റെ അപ്പൻ അവർക്ക് അനുഭവം ഉണ്ടാവുമല്ലോ. അതെ, മക്കൾക്ക് അനുഭവം ഉണ്ടാവും. അത്രയൊക്കെ വെച്ചാൽ എൻ്റെ അമ്മ അങ്ങനെ ഒരു തെറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. മാതൃക കൊടുക്കണമെങ്കിൽ മാതാപിതാക്കളാണ്. ഇത്രയും ഇപ്പൊ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന അമ്മമ്മയാണല്ലോ. അപ്പൊ പണ്ട് ഇപ്പൊ ചിന്തിക്കുകയാണ്, വർഷങ്ങൾ മുമ്പാണെങ്കിൽ ഞാൻ ഇന്ന കാര്യം കൂടെ എനിക്ക് ചെയ്യായിരുന്നു, ഇതൊക്കെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അഭിനയം പണ്ടേ ട്രൈ ചെയ്യായിരുന്നു. അങ്ങനെയൊന്നും എനിക്കില്ല. ഞാൻ അഭിനയിക്കണം അങ്ങനെ ഒരു ലോട്ടറി ടിക്കറ്റ് പോലും എടുത്ത് കാശുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. അധ്വാനിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കും. അധ്വാനം ഇന്നും എനിക്കിഷ്ടമാണ്. ഞാൻ മരണം വരെ അധ്വാനിച്ചുകൊണ്ട് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്കൊരു സ്വല്പം കഴിവുണ്ട്, ഈ പുല്ലൊന്നും കൂടി ഉണ്ടാവില്ല. കേട്ടല്ലോ, എനിക്ക് ആ ഒരു പ്രശസ്തി വേണ്ടവരുടെ അമ്മമ്മയുടെ കണ്ണിൽ പുല്ല് വെട്ടണമെന്നാണ്. ഞാൻ മരത്തിൽ കയറിയാന്ന് ചില്ലയൊന്ന് വെട്ടിയാടാ, അവിടെ ചാഞ്ഞോട്ടെ, നിങ്ങളുടെ നെഞ്ചെത്തിക്കല്ലോ. അതല്ല, അവർക്ക് ബുദ്ധിമുട്ടാ എന്തോ. അത് വെട്ടിയ ഞാൻ എന്തോ വലിയ പ്രവൃത്തി. ഇത് വെട്ടിയില്ലേ ലോകത്തെ ഏറ്റവും കൊള്ളതാണ്. ഒന്നിനും കൊള്ളില്ല, നീ കൂട്ടുകാരായിട്ട് അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു. ആണോ അമ്മ? അതന്നെ പറഞ്ഞൊന്നും ഞങ്ങൾ തെറ്റാന്ന് പറയുന്നില്ല, കറക്റ്റ് ആയിട്ട് തന്നെ. എനിക്ക് അവര് കൃഷി ഭയങ്കര താല്പര്യമാണ്. എല്ലാം ചെയ്ത് നമ്മുടെ വീട്ടിനുള്ള താല്പര്യമുള്ള ഒരു കുഴപ്പമില്ല. ഇവര് കസാരയിൽ ഇരിക്കുമല്ലോ, നമ്മള് കുനിഞ്ഞിട്ട് ചെയ്യണോ? താല്പര്യം അതിന് കുനിഞ്ഞ് വന്നാ കൈക്കോട്ട് എടുക്കാറുണ്ടെങ്കിലല്ലേ കുനിഞ്ഞ് നോക്കുള്ളൂ. അവന് കുരിയാനും അറിയില്ല, കൈക്കോട്ട് പിടിക്കാനും അറിയില്ല. വള്ളി കെട്ടാറ് കത്തി മാങ്ങ ഇങ്ങനെ പോകും. നമ്മളൊക്കെ ഇങ്ങനെയല്ലേ. അപ്പൊ അവിടെ ഇങ്ങട് പുതിയ സ്റ്റൈലാ. പുതിയ കുട്ടികൾ അങ്ങനെയൊക്കെയാ. ഒരു ബൾബിട അറിയില്ല വേനോന്. അല്ലെങ്കിൽ അമ്മമ്മ ചെയ്ത അങ്ങനത്തെ ക്യാരക്ടർ ഒന്നുമില്ല. അത് നല്ല ഗുണമാണ്. ഒരു പെൺകുട്ടികളെ കളിയാക്കുക, ഇനിയിപ്പോ രാവുമാനി അങ്ങനെ നോക്കി ഇന്ന് പഞ്ചാര അടിക്കുക. അതിനിപ്പോ നമ്മള് ഈ പ്രായത്തിൽ എല്ലാരും ചെയ്യുന്നതാണ്. അങ്ങനത്തെ ഒന്നും എന്റെ മോനില്ല. ഇല്ല, കഴിവുള്ള ആള് വീട്ടിൽ നിന്ന് അങ്ങനെ പോവില്ല. പോയെന്നൊരു കാലം ഉണ്ടായിരുന്നോട്ടെ ചെറുപ്പത്തിൽ. ഇപ്പൊ വൈകുന്നേരം വന്ന് വീട്ടിൽ സൈലന്റ് ആയിട്ട് വളഞ്ഞെടുക്കുക, ലാപ്പിൽ എന്തെങ്കിലുമൊക്കെ കണ്ട് അപ്പൊ ഉറങ്ങി. കാണാൻ നേരല്ലോ ഉറങ്ങി. എനിക്കത് അമ്മമ്മക്ക് കൊറേ നേരം കൊച്ചോന്നി ഇരുന്ന് കാണണം, മുൻപില് സംസാരിക്കാൻ കിട്ടണം അല്ലേ? അല്ല അങ്ങനെ അതിപ്പോ കിട്ടില്ല. ഇപ്പൊ അതിന്റെ മുകളിലൊരു കുന്തം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ മോളില്. എന്താ കുന്തം? അല്ല, ഞാൻ അങ്ങനെ നെറ്റ്ഫ്ലിക്സിൽ ഇങ്ങനെ ഇരുന്ന് ഓരോന്നിരുന്ന് പണി ഫുൾ ടൈം പണിയാവും. രാവിലെ 4 മണിക്ക് എനിക്കാ, വൈകിട്ട് ഈ 6 മണിയാവും തിരിച്ചു വരുമ്പോ. പിന്നെ ആദ്യമൊക്കെ പിള്ളേരുടെ അടുത്തേക്ക് പോയായിരുന്നു. പിന്നെ ഈ പണിയെടുത്ത് ക്ഷീണിച്ചു വന്നിട്ട് നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ശാന്തി പിടിക്കാൻ മുകളിൽ വരിക്കും. 2 സിനിമ കാണും. ഒരു സിനിമ കാണും, 2ാം സിനിമ നമ്മളേക്ക് ഉറങ്ങിപ്പോ.
മോളിൽ തന്നെ ഇരിക്കുള്ളൂ. പിന്നെ ഇവർക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ വരെ കൊണ്ടുപോകും, അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ വല്ല അത്ര അത്യാവശ്യമുള്ള കാര്യം ഉണ്ടെങ്കിൽ പോവും, പങ്കെടുക്കും, വരും. അല്ലാണ്ട് വേറെ അതിനുള്ള ഇതൊക്കെ ആസ്വദിക്കണൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. മതി അത്യാവശ്യം അമ്മൂമ്മയുടെ എക്സ്പ്രഷൻ കണ്ടോ, ഒരു പുച്ഛായിരുന്നു ഇട്ടത്. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കണമെന്ന് ഒട്ടും ആഗ്രഹിക്കാതെ സിനിമയിൽ അഭിനയിച്ചു. ഇപ്പം ഇനിയും സിനിമകൾ അഭിനയിക്കണമെന്നുണ്ടോ? ഇന്ന് ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? അതെ, ഞാൻ കണ്ടതിലൊന്ന് ഓടിപ്പോവാൻ ആഗ്രഹിക്കില്ല. നമ്മൾ ചൂസ് ചെയ്യാണ്. അതെ, ഇതേപോലെ നല്ലൊരു സീൻ അമ്മാമനെ ഇങ്ങനെ ഇത്ര നന്നായി നോക്കുന്നവര്. ഞാനൊക്കെ അതാ നോക്കിയത്. നമ്മള് വരെ അവരെത്ര അടിപൊളിയായിട്ട് അമ്മാമനെ നോക്കിയത്. ആർക്കും അങ്ങനെ എന്റെ കാല് വരെ എന്റെ മക്കള് നമുക്കൊരു എന്താ പറയാ, ഇവര് നോക്കണായാലും തുല്യമായിട്ട് അവര് നോക്കി. അപ്പൊ അങ്ങനെയുള്ള ഒരു സംരക്ഷണം എന്റെ പ്രായത്തിനെ വെച്ചിട്ടല്ലാണ്ട് എന്റെ പ്രായം വെച്ചിട്ട് നന്നായിരുന്നു. പിന്നെ അവരമ്മനെ നിലത്ത് വെച്ചില്ല. ഭയങ്കര സ്നേഹ. ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ട്, സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഗണപതി ഭയങ്കര കെയർ ചെയ്ത് കൊണ്ടുവരുന്നൊക്കെ. എല്ലാവരും ആദ്യം തൊട്ട് മോള് വരെ വളരെ സ്നേഹപരമായിട്ട് നോക്കി. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നല്ലേ, ഞാൻ നിൽക്കില്ല. ഞാൻ പറയും, ഞാൻ എനിക്ക് പേടിയൊന്നും ഇല്ല ആരോടും പറയാൻ. ഷൂട്ടിങ് കിട്ടി ഞാൻ വീട്ടിൽ കൊണ്ടാക്കാൻ പറയും. ആരോടാ ആ ധൈര്യം ഉണ്ട് ഞങ്ങൾക്ക്? എനിക്ക് ധൈര്യം ഉണ്ട് കേട്ടോ. എനിക്ക് ഞാൻ ഇന്നൊന്നിനും ആരെയും പേടിക്കും. അങ്ങോട്ടൊന്നിനും പോവില്ല. ഇനിയിപ്പോ മോളായാലും എന്താണീ എന്ന് ചോദിച്ചു വരില്ല. നിങ്ങളുടെ എന്താണീന്ന് ചോദിച്ചാൽ വിവരം അറിയും. അത് വയസ്സൊന്നും നോക്കണ്ട, ഇരിക്കുന്നതും നോക്കണ്ട, അത് ചെയ്യും. അപ്പൊ ഞങ്ങൾ ആരെയും ഉപദ്രവിക്കുകയോ ആർക്ക് ചെയ്യാൻ പറ്റാവുന്നത് ചെയ്യുക, അല്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കാതില്ല. അതാണ് നമ്മുടെ, അത് തന്നെ ഞങ്ങളുടെ ഫാമിലിയോടെ അങ്ങനെയാണ്. ഞങ്ങൾ ആരെയും ന്യൂസ് അറിയാനോ അവിടെ എന്തോ ഇവിടെ ഇല്ല അവരെ വീട് പോയി അതിൻ്റെ ഒരു കാര്യം ഞങ്ങളുടെ ഫാമിലിയോടെ ഞങ്ങൾക്കില്ല. ഇല്ല. ഈ സിനിമയില് വീട്ടുവളപ്പിൽ കയറി കുട്ടികളെ വെടിവെക്കുന്നുണ്ടല്ലോ, മീൻസ് സൗണ്ട് കേൾപ്പിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഇവിടത്തേക്ക് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പേടിയുണ്ടോ ആൾക്കാർക്ക്? അമ്മമ്മ അവിടെ ഉണ്ട്. പിള്ളേർക്കൊക്കെ എന്നെ ഇഷ്ടമാണ്. എല്ലാ മക്കൾക്കും ഇവിടെ അടുത്ത കുഞ്ഞുങ്ങളൊക്കെ വരുമായിരുന്നു കളിക്കാൻ. ഇപ്പം ആരെയും കാണാനില്ല, ഇവിടെ ഇപ്പം ആരും ഇല്ലല്ലോ. അപ്പം വന്നു കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ അമ്മാമേനെ വിളിച്ച് എല്ലാവരും അടുത്ത് വന്ന് ഈ കാണുന്ന ക്രൂരത, സിനിമയെ കാണുന്ന ക്രൂരത ഇല്ല. എങ്കിലും ബാക്കിയുള്ളവർക്ക് കുറച്ച് പേടിയുണ്ട് അമ്മമ്മനോട്. ഇപ്പൊ എല്ലാവർക്കും ഉണ്ടെന്ന് വെച്ചോ. ഇവിടെ ഇപ്പൊ വന്ന് ഷൂട്ടിന് വന്നവർക്ക് വരെ പേടിയില്ല. എനിക്ക് പേടിയില്ല കേട്ടോ. എനിക്ക് അമ്മമ്മനെ ഇഷ്ടമായി. കാരണം എന്റെ വീട്ടിൽ ഒരാളുള്ളതുകൊണ്ട് എനിക്ക് അറിയാം ഇതിന്റെ ഒരു ആളവിടെ നമുക്ക് അറിയാം. ആ പുറമേക്കാണ് മണ്ണിന്റെ ചൊവ്വയാ. കോട്ടയക്കാർ. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് കണക്ട് വരുന്നത്. പറ്റിക്കില്ല, ഞങ്ങൾ എല്ലാരും പറ്റിക്കില്ല. ഇവരൊക്കെ പേടിപ്പിച്ചിട്ട് ഇത്ര മതി എന്നൊക്കെ. അല്ല, ഞാൻ ഇവിടെ അങ്ങനെ കണക്ട് കുറവാ. പുറത്തിറങ്ങിയിരിക്കലില്ല. മിക്കവാറും ഇതിപ്പം കുറ്റിയിട്ടില്ല, എനിക്ക് തുറക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ദിവസം ഫുൾ ഇങ്ങനെ ഇരിക്കും. ബോറടിക്കില്ലേ? ബോറടിക്കില്ലേ ഇതിനകത്ത്? ബോറടിക്കൊന്നുമില്ല. ഞാൻ ഉറങ്ങും. രാവിലെ എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളപ്പണി ഒരു 6 മണിയാകുമ്പോ സ്റ്റോവ് എന്തായാലും ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് കാപ്പി കുടിച്ച് കിടന്നുറങ്ങും. 10:30 എഴുന്നേൽക്കുള്ളൂ. 10 മണിക്ക് എണീറ്റ് കഴിഞ്ഞാല് ഒന്ന് മുറുക്കി ബാത്റൂമിലൊക്കെ പോയി വെള്ളമൊക്കെ പിടിച്ച് ചെറിയ റൗണ്ട്. അപ്പം എൻ്റെ മോള് പണി കഴിഞ്ഞാൽ അടുക്കള കുളമാക്കിയിട്ടിട്ട് പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കറിയാം അമ്മയോട് ഇതിൻ്റെ ക്ലീൻ ആക്കും. അതാ എനിക്ക് ക്ലീൻ ആയിട്ടിരിക്കും നിർബന്ധം. വീട് വൃത്തികേടല്ലെങ്കിൽ അവളെ തെറി പറയും, എടുക്കുന്നവരെയൊക്കെ പറയും. ഞാനങ്ങനെയാണ്. എനിക്ക് എത്ര വെയിലും കസാര കൊണ്ടുവന്നിട്ടിട്ടൊക്കെ വൃത്തിയാക്കി തുടച്ച് നമ്മുടെ വീട്ടിൽ നമ്മുടെ അകത്ത് കയറി ആരും നോക്കില്ല. വയറ്റിനകത്തെ നമ്മള് പിഴീന്ന് കാണുമ്പോ ഇവിടെ വെള്ളയപ്പ കച്ചവടമൊക്കെ ഉള്ളത്. ആ ശരി, നല്ല വൃത്തിയുള്ള വീടാണ്, ഭക്ഷിക്കാം. അതെന്തുകൊണ്ടാ? എനിക്ക് വൃത്തിയുള്ളതുകൊണ്ടാണ്. വൃത്തിയില്ലാത്തവരോ എന്ന് വെച്ചാൽ അവര് ചിന്തിക്കില്ല. ആ വെള്ളയപ്പം തന്നെ നീന്തിയത് എങ്ങനെ ഉണ്ടാക്കുന്നു ചിന്തിക്കില്ല. അതെ. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലവും നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ടിരുന്ന നല്ലത്. സത്യം. സിനിമ കണ്ട് ഏതൊക്കെ സെലിബ്രിറ്റീസ് വിളിച്ചു, ആരൊക്കെ സംസാരിച്ചു? കാരണം ഇവിടെ വരുമ്പോ തന്നെ ഓരോ കോള് വന്നോണ്ടിരിക്കുകയാണ്, ആളുകൾ കാണാൻ വരികയാണ്. സോ ആരൊക്കെ വിളിച്ചു? ആരൊക്കെ വിളിച്ചൊന്നുമില്ല. നമുക്ക് തിയേറ്ററിൽ തന്നെ അത്യാവശ്യം ആൾക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്ക് ആഗ്രഹിച്ച ആൾക്കാർക്ക് നമുക്ക് കാണാൻ പറ്റി. അവരുമായി നല്ല നല്ല സംസാരങ്ങൾ കേൾക്കാൻ പറ്റി. അതന്നെ വലിയ കാര്യം. ഞാനങ്ങനെ പിന്നെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. എല്ലാവരും 100 കണക്കിന് മെസ്സേജ് ഇതാണ്. അപ്പൊ അത് കാണുമ്പോ നമുക്കൊരു സന്തോഷം. ആദ്യം അങ്ങനെ പറയുമ്പോ നമ്മളെ ആട്ടിയാർന്നൊരു അമ്മമ്മയുടെ ഒരു നല്ലത് കണ്ടപ്പോ നല്ലതും പറയണ്ടല്ലോ. അപ്പൊ അതാണ് ഒരു സന്തോഷം. അത് ഭയങ്കര ഇതുണ്ടാവല്ലേ? പണ്ട് അങ്ങനെ ആൾക്കാർ അങ്ങനെ ആൾക്കാര് 1-2 മാറികളെന്ന് പറയാം, അല്ലാണ്ട് എല്ലാവരും ഇല്ല.
അത് അവരുടെ മൈൻഡ് അങ്ങനെ. ഇപ്പൊ എന്റെ മൈൻഡ് ഞാൻ പറഞ്ഞില്ല, എന്റെ മൈൻഡ് അങ്ങനെയുള്ളവരുണ്ടാവും, അവർക്ക് അത് താല്പര്യപ്പെട്ടുണ്ടാവും. അത് അവരെ കുറ്റം പറയരുത്, ഇത് അവരുടെ സ്വഭാവം. ഇത് ഇഷ്ടപ്പെടുന്ന കുറെ വ്യക്തികളുണ്ട്, അത് അവരുടെ സ്വഭാവം. എനിക്ക് അമ്മമ്മന്റെ ഇഷ്ടമുള്ള കാര്യം അറിയാം, ഈ വീഡിയോയിൽ ചീത്ത പറ സോസ്ത്രം ഇടക്ക് പറയും, അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഒന്ന് പറയാവോ സോസ്ത്രം? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാ അത് പറയാം, ദേഷ്യം ഒതുക്കാൻ. ഭയങ്കര രസമാണ് കണ്ടോണ്ടിരിക്കാൻ വേണ്ടി. ഒന്ന് പറയോ അത്? അല്ലെങ്കിൽ കൊച്ചുവിന് എന്റെ പറഞ്ഞു എന്നിട്ട് സോസ്ത്രം പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. സ്തോത്രം എന്ന് പറയാറില്ലേ നിങ്ങള്? ദേഷ്യം വരുമ്പോ ദേഷ്യം കടിച്ചമർത്തി, അത് സന്ദർഭത്തിലല്ലോ ഒന്ന് പറയോ? ഈ സ്തോത്രത്തിന് വിലയില്ല, സന്ദർഭോചിതമായി വരുന്ന സ്തോത്രത്തിന് വിലയുള്ളൂ. അല്ലാതെ ഞാൻ വെറുതെ സ്തോത്രം പറഞ്ഞ സ്തോത്രം അത്. എന്നാലും അത് തക്ക യുക്തത്തിൽ പറയണം. ഇപ്പൊ എനിക്ക് ദേഷ്യം വരുമ്പോ ഓ സ്തോത്രം, അതും വെറുതെ എന്നൊരു സ്തോത്രം, അതിനർത്ഥമില്ല. യു ടാലന്റഡ് ആക്ട്രസ് ആണ്, രണ്ട് മോഡുലേഷനിലൊക്കെ പറയണേ. അതന്നെ, രണ്ട് തരേ പറഞ്ഞില്ലേ. ഇതാണ് നടി. അപ്പം ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാൻ പറ്റിയല്ലോ. എനിക്ക് അങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന ഫീൽ ഒന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഒരാളെ കണ്ട് ഒരുപാട് നാൾ പരിചയമുള്ള ഒരാളെ കണ്ട് സംസാരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഒരുപാട് സന്തോഷം. ഇനിയും സിനിമകളിലെ അവസരം വരട്ടെ. എനിക്കറിയാം ചൂസ് ചെയ്ത് നല്ല കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുമെന്ന്, പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇനിയും സിനിമയിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനിയും നിങ്ങൾ വീഡിയോസ് ചെയ്യണം. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നമസ്കാരം. നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര, കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. Petra, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം.